സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ചിരിക്കുന്നൊരു സി എം, പൂക്കി സി എം എന്നിങ്ങനെയുള്ള പേരുകളിലാണ് ഇന്ന് വി ഡി സതീശൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി അറിയപ്പെടുന്നത്. എന്തായാലും ചിരിക്കുന്നൊരു സി എമ്മിനെ കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മനിർവൃതി അണയുന്ന അല്ലെ സന്തോഷം കണ്ടെത്തുന്ന കുറേ ആളുകളാണ് ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കാത്തതായിരുന്നു പലരുടെയും പ്രശ്നമെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നല്ലതായിട്ട് ചിരിക്കുന്ന, നല്ല രീതിയിൽ ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയിരിക്കുന്നു. എന്തായാലും ആ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ സന്തുഷ്ടരാണ്. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും സന്തുഷ്ടരാണ്. ചിരിക്കുന്ന ഒരാളെ മതിയല്ലോ, വികസനങ്ങൾ വേണ്ട, നമുക്ക് വേറെ ഒന്നും വേണ്ട, പറയുന്ന ഒരു കാര്യങ്ങളും നേടിയെടുത്ത് തരണ്ട, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെളുക്കി ഒന്ന് ചിരിച്ചാൽ മതി. ഇങ്ങനെ ഈ ചിരി മാത്രം മതിയെന്നേ കേരളത്തിലെ ജനങ്ങൾക്ക്, വേറെ ഒന്നും വേണ്ട, വികസനങ്ങളൊന്നും വേണ്ട. കാരണം വികസനങ്ങൾ ഈ 2016 ശേഷം അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്നേ. ഇനി പുതുതായിട്ട് വന്നിരിക്കുന്ന അധികാരത്തിൽ വന്നിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വികസനങ്ങൾ വേണ്ട, ഒരു ചെറിയ സ്നേഹം, ചെറിയ വാത്സല്യം, ചെറിയ കരുതൽ, ഒരച്ഛൻ ഒരു മകന് കൊടുക്കുന്ന സ്നേഹം മാത്രം തന്നാൽ മതിയെന്നാണ് കേരളത്തിലെ കുറച്ച് മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കണ്ടൊരു വിഷമകരമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത്. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ലൊരു വൃത്തികെട്ട പനി അടിച്ചിട്ടുണ്ട്, ശബ്ദം അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് പോവാം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എറണാകുളം ജില്ലയിൽ പാരിയത്തുകാവ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ എന്നെനിക്ക് പറയാൻ ആഗ്രഹമില്ല, കുറച്ച് പാവപ്പെട്ട മനുഷ്യർ, ഒരു 8ഓളം കുടുംബം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആളുകളെ അടിച്ചിറക്കി വിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടിയിറക്കി വിടാൻ വേണ്ടിയിട്ട് പോലീസിനെ ഗുണ്ടകളെ പോലെ ഇറക്കിയിരിക്കുകയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പൂക്കി സി എം നിങ്ങളെല്ലാവരും വിളിക്കുന്ന ആ ഒരു മന്ത്രി അടക്കമുള്ള ആളുകൾ. ആ ജനങ്ങളെ ഇത്രയും കാലം, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിച്ചിരുന്ന സമയത്തൊന്നും ഒരാളുടെ വീടുകളിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. ഈവൻ ജപ്തി പോലും, ഒരാളുടെ വീടുകളിൽ പോലും പോയിട്ട് ജപ്തി പോലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ ഇറക്കിയ ഒരു സർക്കാർ തന്നെയായിരുന്നു ഇടതുപക്ഷ സർക്കാർ. എന്നാൽ ആ സർക്കാർ ഇവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് പുതിയ മാറ്റങ്ങൾക്കാണ് കേരളം വഴിയൊരുക്കുന്നത്, അല്ലെ പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് UDF എന്ന് പറയുന്ന ഒരു പാർട്ടി വഴിയൊരുക്കി കൊടുക്കുന്നത്. എന്താണ് ആ പുതിയ മാറ്റങ്ങൾ? അവിടെ അതിക്രമിച്ച് താമസിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്, പുറംപോക്ക് ഭൂമിയിൽ അതിക്രമിച്ചുകൊണ്ട് കുടില് കെട്ടി താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ മർദ്ദിക്കുകയാണ്. സിനിമയിലൊക്കെ കാണുന്നത് പോലെ, അല്ലെ സിനിമയെ വെല്ലുന്ന രീതിയിൽ മർദ്ദനമാണ് അവിടെ നടക്കുന്നത്. അതും ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന, ഒരു ഗതിക്ക് പരഗതിയില്ലാത്ത കുറച്ച് ആളുകളെ, നാണമില്ലാത്ത വർഗമെന്നേ എനിക്ക് ഈ പറയുന്ന കോൺഗ്രസിനെ വിളിക്കാനുള്ളൂ. എന്തായാലും ആ വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീട്ടിലേക്ക് വരാം. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം ഇവരെ അറിയിച്ചു. പക്ഷേ അതിനിടയിൽ തന്നെ പോലീസ് പുറകിലൂടെ വന്ന് ഇവരുടെ വീടിന് നോട്ടീസ് പതിച്ചു എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. കണ്ടില്ല, അവർ പറയുന്നത് ഞങ്ങൾക്കിവിടെ താമസിക്കാനുള്ള, അല്ലെ ഞങ്ങളുടെ വീട്ടിലിരിക്കാനുള്ള അവകാശം മാത്രം മതി, ആ വീടിരിക്കുന്ന സ്ഥലം മാത്രം മതി, ഞങ്ങൾക്കെല്ലാം വേണമെന്നില്ല, ഞങ്ങളെല്ലാം കയ്യേറുന്നൊന്നുമില്ല, ഞങ്ങൾക്ക് ആ വീടിരിക്കുന്ന സ്ഥലം മാത്രം നിങ്ങളൊന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ആളുകളെല്ലാം കൂടി പ്രതികരിക്കുന്നത്, അല്ലെ പ്രതിഷേധിക്കുന്നത്. ആ വലിയ പ്രതിഷേധത്തിനെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയും പോലീസ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നൊരു കാഴ്ച കൂടി കണ്ടു. ആഭ്യന്തരമന്ത്രി നമ്മുടെ രമേശ് ചെന്നിത്തല വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ പോലീസ് അവിടെ നിന്ന് പിൻവാങ്ങി പോവുകയാണ് ചെയ്തത്. എന്നാൽ അതുവരെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഏറെ അക്രമാസക്തമായ രീതിയിൽ ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ അതിക്രൂരമായിട്ടും മൃഗീയമായിട്ടും തല്ലി ചതച്ചിട്ടാണ് അവരവിടെ നിന്ന് പോയിരിക്കുന്നത്. ഇതിനൊക്കെ ആരാണ് അധികാരം കൊടുത്തത്? അധികാരം കൊടുത്തത് ആരാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ചിരിക്കുന്നത് നമ്മുടെ CM തന്നെയാണ്, അല്ലെ CM ൻ്റെ പാർട്ടിയാണ്. ഇത് വി ഡി സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ വി ഡി സതീശൻ അടങ്ങുന്ന, ആ വി ഡി സതീശൻ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി, അവരാണിത് ചെയ്തിരിക്കുന്നത്.
എന്തൊരു നെറികെട്ട പ്രവൃത്തിയാണല്ലേ. ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളെയാണ് ഒരു ഒരു കാര്യത്തിൻ്റെ പേരിൽ ആർക്കോ വേണ്ടിയിട്ട് വലിയ ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് അടിച്ചിറക്കി വിടാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മുൻ മന്ത്രി അവിടെ വന്നിട്ട് പ്രതികരിക്കുന്നുണ്ട്. വി ശ്രീനിജൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അവിടെ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ജനങ്ങളെ തല്ലിയിറക്കും മുൻപ് അവർക്ക് പുനരധിവാസം ഉറപ്പാക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ച് ഒരു പട്ടികജാതിക്കാരനായിട്ടുള്ള MLA പ്രതികരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കോടതി ഉത്തരവുകളൊക്കെ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ 5 വർഷം ഈ പാരിയത്തുകാവിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു കഴിഞ്ഞ സർക്കാരും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും കഴിഞ്ഞ സമയത്ത് 5 വർഷം ഞങ്ങൾ എടുത്തത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഈ സർക്കാർ അധികാരത്തിലെത്തി 3-ാമത്തെ ദിവസം ഇതാണോ ഈ സർക്കാരിന്റെ ദളിത് വിഭാഗങ്ങളോടുള്ള സമീപനമെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. കാരണം അവരറിഞ്ഞിട്ടാണോ ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ പോലീസ് ഇവിടെ ഉള്ള അമ്മമാരും സഹോദരിമാരും പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതിൽ കണ്ടില്ല, അദ്ദേഹം പറയുന്നത് ഇത് രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ അറിഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് അവരുടെ ശ്രദ്ധയിലേക്ക് വരണം. ഇത് അവരറിയാതെ എങ്ങനെയാണ് സാറുമാരെ നടക്കുന്നത്? ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള ഇതിന് മുൻപൊന്നും ഒരു പ്രശ്നവും നമ്മൾ ഈ ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റി കണ്ടിട്ടില്ല അല്ലേ. ഈ പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്തോ അല്ലെ അന്ന് ആ സമയങ്ങളിലാണ് പോലീസ് ഏറ്റവും കൂടുതൽ അക്രമാസക്തരായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും. എന്നാൽ ആ സമയത്തൊന്നും ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് ഈ ഒരു സമയത്ത് പുതിയ സർക്കാർ അധികാരമേറ്റ് 3-4 ദിവസം കഴിയുന്നതിൻ്റെ ആ സമയങ്ങളായപ്പോൾ തന്നെ ഈ അടിച്ചമർത്തലുകളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മളൊരു കാര്യം കണ്ടായിരുന്നു അല്ലേ. എന്താണ് കണ്ടത്? പേരിനൊപ്പം ജാതിപ്പേര് വെച്ചുകൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രി, അതായത് ഈ ദാമോദരൻ നായർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പേര് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടു. ഞാൻ അദ്ദേഹം കൊടുത്ത വിശദീകരണം, അച്ഛൻ്റെ പേര് പറയുന്നതിൽ എന്താണ് തെറ്റ്, അച്ഛൻ്റെ പേര് പറയുക, എൻ്റെ അമ്മയുടെ പേര് പറയാൻ പറ്റാത്തതിലാണ് എനിക്ക് വിഷമമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ഇലക്ഷനിൽ ഇദ്ദേഹം ആ പേര് പറയുകയുണ്ടായില്ല. ഈ ഒരു ഇലക്ഷൻ്റെ ഈ ഒരു മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേക്കുന്ന സമയത്ത് മാത്രമാണ് ഇദ്ദേഹം ഈ രീതിയിലൊരു പേര് പറയുന്നത്. അന്നെന്തേ അച്ഛൻ്റെ പേരില്ലായിരുന്നോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ, നല്ലൊരു ശതമാനം ജനങ്ങളും ചോദിക്കുന്നത്. അന്ന് അച്ഛൻ്റെ പേര് ആ രീതിയിൽ ദാമോദരൻ നായർ മകൻ എന്ന് പറയാൻ പറ്റാത്ത ഈ VD സതീശൻ ഇന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായ സമയത്ത് പറയുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ചോദ്യത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പേരിനൊപ്പം ജാതിയുടെ വാലും അല്ലെങ്കിൽ ജാതിയുടെ അറ്റവും ഒക്കെ ചേർത്തുകൊണ്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ത് നീതി കൊടുക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ രീതിയിൽ തന്നെ അവരെ അടിച്ചിറക്കി വിട്ടില്ലെങ്കിൽ അതിശയമുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവർക്ക് നീതി കിട്ടുമോ ഇല്ല എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പൊന്നുമില്ല. നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്ഥലത്തുള്ള ഒരമ്മ, ഒരു വൃദ്ധ പ്രതികരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആദിവാസികളെ കുടിയൊഴിപ്പിച്ചാൽ എന്താ പുതിയ മുഖ്യമന്ത്രിയെ കിട്ടിയില്ലേ, അല്ലെങ്കിൽ ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അത് കണ്ടു നോക്കാം. എറണാകുളം പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടി പ്രതിഷേധവുമായി നാട്ടുകാർ സ്ഥലത്തുണ്ട്. പുറമ്പോക്ക് ഭൂമിയിലാണ് താമസിക്കുന്നതെന്നാണ് ഉന്നതിയിലെ കുടുംബങ്ങളുടെ വാദം. ഞങ്ങളെ കൊല്ലണം, ഞങ്ങളെല്ലാവരും കൊന്നിട്ട് പോട്ടെ. ഞങ്ങൾ മരിക്കാൻ വേറെ ഞങ്ങൾക്ക് പോകണമൊന്നുമില്ല. ഞങ്ങൾ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം. ഇവിടെ ഞങ്ങളെ ഇറക്കണം. ഇവിടെയുള്ള ആൾക്കാർക്കും ഇതിനുണ്ടായ്മർക്ക് ഈ 8 പേരെ വന്നപ്പോഴുണ്ടായില്ലേ, ഈ പേരെ വന്നപ്പോഴൊന്നും അവർ വന്നില്ല. ഇപ്പൊ സ്ഥലത്തിന് വില കുടിക്കും അവര് കയ്യേറ്റം വയ്ക്കുന്നു വന്ന് ഞങ്ങളെങ്ങോട്ട് പോകും. 8 കുടുംബങ്ങളല്ലേ ഇവിടെ? 8 കുടുംബമുണ്ട്. എത്ര പേരുണ്ട് മൊത്തം ഇവിടെ? മൊത്തം ആളുകൾ എത്ര വേണ്ട? 150ഓളം പേരുണ്ട്. അതുണ്ടാവും. ഇത്രയൊക്കെ ഉണ്ടാവും. എല്ലാ വീട്ടിലും ആളുണ്ട്. ഞങ്ങളെ അപ്പൂപ്പന്മാരെ കാലം തുടങ്ങി ജീവിക്കുന്നതാ. ഞങ്ങൾ എവിടെ ഇറങ്ങി പോകുന്ന പറയുന്നത്? ഞങ്ങൾക്ക് ഒരു സൈഡോ ഇല്ല പോകാനായിട്ട്. ഇവിടുന്ന് ഒഴിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പകരം ഒരു ഭൂമി കാണിക്കുകയോ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. വെറുതെ വന്നോണ്ട് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങള് പോവോ? ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ട് പോകും? ഹസ്ബൻഡ് ഇല്ലാത്തവരുണ്ട്, വയസ്സായവര്, പശു, ആട്, അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? ഇന്ന് വന്ന് കയറിയതുപോലെ ഇവരുടെ കാട്ടേണ്ട വീട് ഞങ്ങൾ എത്ര കൊല്ലം ഇവിടെ താമസിക്കുന്നത്. കണ്ടില്ലേ, പ്രായം ചെന്ന അമ്മമാർ പറയുന്നത് കേട്ടില്ലേ? അതായത്
കഴിഞ്ഞ വർഷങ്ങളിൽ 10 വർഷങ്ങളായിട്ടല്ല ഇതിന് മുൻപുള്ള വർഷങ്ങളിലും ഞങ്ങളിവിടെ ജീവിക്കുന്ന സമയത്ത് ഒരാൾ പോലും ഒന്നും പറയാൻ വന്നിട്ടില്ല. ഈ 8ഓളം കുടുംബങ്ങളുണ്ട്. ഇത്രയും വീടുകൾ പണിയുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഇവർ പ്രതികരിച്ചില്ല എന്നാണ് അവരൊക്കെ ചോദിക്കുന്നത്. അന്നേ പറയുകയായിരുന്നെങ്കിൽ, ഇവർക്കൊരു പുതിയ സ്ഥലം കണ്ടെത്തി കൊടുക്കുകയായിരുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ താമസിക്കാമായിരുന്നില്ലേ? ഒന്നും മിണ്ടാതെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും കാണാതെ ഇരുന്നിട്ട് ഇന്നിതൊരു പ്രശ്നമാക്കിയെടുത്തത് എന്തുകൊണ്ടാണ്? എന്തോ വലിയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ ആ പട്ടിണി പാവങ്ങളെ, അന്നത്തേക്കുള്ള അരി പോലും ഇല്ലാതെ ഒരു നേരത്തേക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആ പാവങ്ങളെ തല്ലിച്ചതക്കുകയാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്. പഴയ മർദ്ദന മുറകൾ എടുത്തുകൊണ്ട് പോലീസിനെ കൊണ്ട് പല പണിയും എടുപ്പിക്കുന്ന കോൺഗ്രസിൻ്റെ ഭരണകാലം. എന്തൊക്കെയായാലും എന്താ, ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിയെ കിട്ടില്ല, അതുപോലെ നമുക്ക് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, നിങ്ങളിത് കാണണം. നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എന്നെ കമ്മിയാക്കാനും സംഖ്യയാക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ടാകും പല സ്ഥലങ്ങളിൽ കൂടി. അങ്ങനെ ഏതവൻ ശ്രമിച്ചാലും പറയാനുള്ളത് ഏതവൻ്റെ ആണെങ്കിലും മുഖത്ത് നോക്കി തന്നെ പറയും. പലരും ഭീഷണിയുമായിട്ടൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെ ഭീഷണിയാണെന്നുണ്ടെങ്കിലും തോന്നിവാസങ്ങൾ ചെയ്താൽ തോന്നിവാസമാണെന്ന് തന്നെ പറയും. തന്തയ്ക്ക് പുറക്കാഴികയാണെങ്കിൽ അത് തന്തയ്ക്ക് പുറക്കാഴികയാണെന്ന് തന്നെ പറയും. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാനും ആ നാവ് കൊണ്ട് തന്നെ അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പാവങ്ങളെ കണ്ണടച്ച് വെറുതെ വിട്ടിരുന്നൊരു സർക്കാരിനെയും പാവങ്ങളെ കണ്ണു തുറന്നുകൊണ്ട് ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെയും അതാണ് നമ്മളിവിടെ കാണുന്നത്. ആ വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.